ഇത് മൂന്നാം ബ്രേക്ക് അല്ലേ? ഒത്തുപാറ. പറമ്പിക്കുളം, ഉള്ളിൻ്റെയുള്ളിൽ വിസ്മയങ്ങൾ ഒളിപ്പിച്ച കാടകം. അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ലോകത്തെ ഏറ്റവും വലിയ തേക്കുമരങ്ങളിലൊന്ന് കന്നിമര തേക്ക്. ഈ കാട്ടിൽ നൂറ്റാണ്ടു മുന്നേ ഇതുപോലുള്ള നൂറുകണക്കിന് തേക്കുമരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വെട്ടി കടലുകടത്തി. ചിലത് ബ്രിട്ടീഷ് നാവികസേനയുടെ കപ്പലുകളായി, മറ്റു ചിലതാകട്ടെ തീവണ്ടിപ്പാതയിലെ സ്ലീപ്പറുകളായും രൂപാന്തരപ്പെട്ടു. പറമ്പിക്കുളം കാട്ടിൽ നിന്ന് തേക്കുമരങ്ങൾ പല രാജ്യങ്ങൾ കണ്ടു. അത്രയ്ക്കുണ്ടായിരുന്നു കൊച്ചിൻ തേക്ക് എന്ന ബ്രാൻഡിന്റെ ആവശ്യകത. ഇതിനെല്ലാം വഴിവെട്ടിയത് കൊച്ചിൻ സ്റ്റേറ്റ് ട്രാംവേ എന്ന തീവണ്ടിപ്പാതയും. നിങ്ങളീ കാണുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ചാലക്കുടി പറമ്പിക്കുളം ട്രാംവേയുടെ അവശിഷ്ടങ്ങളാണ്. അത് ഓൾമോസ്റ്റ് 25 വർഷത്തോളം പ്രവർത്തിച്ചു, വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. ഇവിടെ ഈ മേഖല ഉണ്ടായിരുന്ന വൻ മരങ്ങൾ മുറിച്ച് പറമ്പിക്കുളത്തുനിന്ന് ചാലക്കുടി എത്തിക്കുകയും ചാലക്കുടിയിൽ നിന്ന് റോഡ് മാർഗം കൊച്ചിയിലെത്തിക്കുകയും കൊച്ചിയിൽ നിന്ന് കപ്പൽ മാർഗം ബ്രിട്ടനിലെത്തിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ വനമേഖല നെന്മാറ ചാലക്കുടി വന ഡിവിഷൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ 1926 ആയപ്പോൾ ഇത് നഷ്ടത്തിലാവുകയും ഇതിന് തുടരേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കേരള ഗവൺമെൻറ് രൂപീകരിച്ചതിന് ശേഷമാണിത് പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുള്ളത്. തുടർന്ന് 2009 ഇത് പറമ്പിക്കുളം കടുവാ സങ്കേതമായതിനു ശേഷം ഈ ഏരിയ മുഴുവൻ പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമായി. ഇത് പഴയ വാട്ടർ ടാങ്കാണ്. ട്രാംബേ ഓടിക്കൊണ്ടിരുന്നപ്പോൾ അവർ ട്രാംബേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ട്രാംബേയിൽ പണി ചെയ്യുന്നവർക്ക് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി അവർ ഈ ടാങ്കായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മലമുകളിലെ ആദ്യ തീവണ്ടിയായിരുന്നു കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രാംവേ. പറമ്പിക്കുളത്ത് നിന്ന് ചാലക്കുടി വരെയുള്ള കൊടും കാട്ടിനുള്ളിലായിരുന്നു ട്രാംവേ പാളങ്ങൾ. തുറന്ന കമ്പാർട്ട്മെൻറ്റുകളിൽ കാട്ടിനുള്ളിലെ തടി ചാലക്കുടിയിലെത്തും, അവിടെ നിന്ന് കൊച്ചി തുറമുഖത്തും, പിന്നീട് കപ്പൽ മാർഗം ബ്രിട്ടനിലേക്ക്. തേക്ക് മാത്രമല്ല, ഈട്ടിയും കരിന്താളിയുമെല്ലാം ബ്രിട്ടീഷുകാർ കടൽ കടത്തി. അക്കാലത്ത് ശാസ്ത്രലോകത്തിന് കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രാംവേ ഒരു അത്ഭുതമായിരുന്നു. ശാസ്ത്രവിസ്മയങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന സയൻറ്റിഫിക് അമേരിക്കൻ എന്ന മാസിക ഈ നാടിനെയും അടയാളപ്പെടുത്തി. 1910 ഫെബ്രുവരി 26 ഇറങ്ങിയ പതിപ്പിൽ കൊച്ചിൻ ഫോറസ്റ്റ് റെയിൽവേ എന്ന തലക്കെട്ടിൽ ലേഖനം പ്രസിദ്ധീകരിച്ചു. കൊച്ചി രാജ്യം 3 പീസുകളാണ്.
അത് എറണാകുളം, ആലുവ എത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്കും തൃശ്ശൂർ, വീണ്ടും എറണാകുളത്തിന്റെ, പിന്നെ കുറെ മാറി ചിറ്റൂർ താലൂക്ക്, ഇങ്ങനെ 3 പീസായിട്ടാണ് കൊച്ചി രാജ്യം. കൊച്ചി രാജ്യത്തിന്റെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ 50,000 ഹെക്ടേഴ്സ് ആണ്. അതായത് ചാലക്കുടിയിൽ നിന്ന് തുടങ്ങും, എന്താണ് വാഴാനി, പീച്ചി, അങ്ങനെ കറങ്ങി നെല്ലിയാമ്പതി ചുറ്റി പെരിങ്ങൽകുത്ത്, പറമ്പിക്കുളം, പെരിങ്ങൽകുത്ത്, വാഴച്ചാല് വഴി തിരിച്ച് പിന്നെ ചാലക്കുടിയിലെത്തുന്ന ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് ഈ കൊച്ചിയുടെ ഫോറസ്റ്റ്. അപ്പം അതില് മരം വെട്ടായിരുന്നു പണ്ട്. അന്ന് കൺസർവേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഇല്ലല്ലോ. 1813 ഈ മരം കൊള്ളാന്ന് പറയാൻ പറ്റില്ല, കോൺട്രാക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് പക്ഷെ ഔട്ട്ലെറ്റ്സ് കണ്ടമാനമാണ്. അപ്പം ഇതിന് കൺട്രോൾ ഇല്ലായിരുന്നു. അപ്പം ഈ 1830 വനം വകുപ്പ് കൊച്ചിക്ക് വരുന്നത്. അതിൻ്റെ പേര് മലമേൽ വിചാരിപ്പ് എന്നാണ്. അപ്പോഴത്തേക്കും ഈ നമ്മുടെ രാജശ്രീ മഹാരാജാവായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ രാജാവ് എന്തെന്ന് വെച്ചാൽ പറഞ്ഞു, നമുക്ക് ചാലക്കുടി മാത്രം ഒരൊറ്റ ഔട്ട്ലെറ്റ് മതി, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ചാലക്കുടിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഈ മരങ്ങൾ, ഈ പറഞ്ഞ 50,000 ഹെക്ടറിലത്തെ എല്ലാ ബ്ലോക്കുകളും അടച്ചിട്ട് ചാലക്കുടി മാത്രം ഒരു ഔട്ട്ലെറ്റ് ആയിട്ട് വെച്ചിട്ട് അത് ചാലക്കുടിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ റെയിൽവേ ഓൾറെഡി അവിടെ ഉണ്ട്. അതിൽ കൂടിയിട്ട് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാം. പറമ്പിക്കുളം പാലക്കടവ് പറയുന്ന സ്ഥലത്തു നിന്നാണ് മരം കയറ്റിയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ലോഡ് വണ്ടി താഴേക്കും ഇറങ്ങും, കാലി വണ്ടി മുകളിലേക്ക് അങ്ങനെ കയറി വരികയും. റോപ്പ് ഉണ്ടാകും. ഈ റോപ്പ് ഇവിടെ പിറ്റി മിഷ്യൻ ഉണ്ടാകും. ആ മിഷ്യൻ വെച്ചിട്ടാണ് വലിക്കുന്നത്. അപ്പോൾ ലോഡ് വണ്ടി താഴേക്കും ഇറങ്ങും, കാലി വണ്ടി മുകളിലേക്കും കയറി വരും. ട്രാക്കില്ല, മറ്റേ ഇത് തീവണ്ടി വന്നിട്ട് തിരിച്ച് വിടുന്ന സംഭവം. കാടിനുള്ളിലെ വഴികളിലൂടെ ലോറികൾ വന്നു തുടങ്ങിയതോടെ ട്രാംവേ ലാഭകരമല്ലാതായി മാറി. അപ്പോഴേക്കും പാളത്തിനിരുവശവുമുള്ള മരങ്ങളെല്ലാം ഇല്ലാതായിരുന്നു. പാളങ്ങൾക്ക് അകലെ കാടിനുള്ളിൽ നിന്ന് മരങ്ങൾ എത്തിക്കുന്നത് ശ്രമകരവുമായി. കൊച്ചി രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണപ്രതിനിധി 1926 ട്രാംവേ ഉപേക്ഷിക്കാൻ മദ്രാസ് സർക്കാരിന് ശുപാർശ നൽകി. പക്ഷേ എഞ്ചിനീയറിംഗ് അത്ഭുതത്തെ ഉപേക്ഷിക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ട്രാംവേ അതേപടി കൈമാറിയാണ് ബ്രിട്ടീഷുകാർ പറമ്പിക്കുളം കാട്ടിനോട് യാത്ര പറഞ്ഞത്. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ടൂറിസത്തിനായി ഉപയോഗിക്കാമെന്ന കണക്കുകൂട്ടലിൽ ജർമ്മനിയിൽ നിന്ന് 3 ഡീസൽ ലോക്കോമോട്ടീവ് ബെൻസ് എഞ്ചിനുകൾ എത്തിക്കാമെന്നായി. പക്ഷേ അതും നടന്നില്ല. 1963 ട്രാംവേ പൂർണ്ണമായി ഉപേക്ഷിച്ചു. സംരക്ഷിക്കേണ്ടിയിരുന്ന പൈതൃകം കാടിനുള്ളിൽ കിടന്ന് നാമാവശേഷമായി. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകുമെന്ന് പറയും പോലെ ഈ വർഷങ്ങളിൽ കേരളത്തിൻ്റെ വികസനപാതയിൽ നിർണായകമായ കൊച്ചി തുറമുഖം യാഥാർത്ഥ്യമാകാൻ തുടങ്ങി. അതിനുള്ള പണം കൊച്ചി രാജാവ് കണ്ടെത്തിയത് പറമ്പിക്കുളത്തെ കാട്ടിൽ നിന്ന് കടൽ കടന്നുപോയ മരങ്ങളിലൂടെയായിരുന്നു. അന്ന് തേക്കുമരങ്ങൾക്ക് കിട്ടിയ വിലയാണ് ഇന്നത്തെ കൊച്ചി തുറമുഖം. മറവിയുടെ കാടിനുള്ളിലായിപ്പോയ ചരിത്രത്തിലേക്കുള്ള പാളങ്ങളാണിത്. പൈതൃക തീവണ്ടിയോ മ്യൂസിയമോ ആകേണ്ടിയിരുന്ന ഉരുക്കുബാക്കികൾ. പ്രതീക്ഷയുടെ ചൂളം വിളിക്ക് ഇപ്പോഴും കാതോർക്കുന്നുണ്ട് കാട്ടിലെ ഈ പാളങ്ങൾ.